പാർവതി ദേവിയായിട്ടാണ് സങ്കല്പം. തുടർച്ചയായി 21 ദിവസം പിൻവിളക്ക് തെളിയിച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും. തടസ്സങ്ങളില്ലാതെ വിവാഹം നടക്കാൻ പിൻവിളക്ക് തെളിയിക്കുന്നത് വളരെയേറെ നല്ലതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പല ആചാര്യന്മാർ ദോഷപരിഹാരത്തിനായി നിർദ്ദേശിക്കാറ്. ദാമ്പത്യ സൗഖ്യം, കുടുംബ ഐശ്വര്യങ്ങൾ, മംഗല്യസിദ്ധി, ദീർഘം എന്നാണ് ശിവക്ഷേത്ര ദർശനം. ശിവവാഹനമായ നന്ദികേശനെ വണങ്ങിയ ശേഷം മാത്രമേ 3 തവണ പ്രദക്ഷിണം വയ്ക്കാവൂ. ലൗകിക കർമ്മങ്ങളിൽ വ്യാപരിച്ച് ജീവിക്കുന്നവർ നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ പോലും ശക്തിബീജമായ ഹ്രീം ചേർത്ത് ജപിക്കണമെന്ന ചൈതന്യത്തിൻ്റെ ദിവ്യമായ ശക്തി അനുഭവിച്ച് അറിയാൻ കഴിയും. പിന്നെ ശിവകുടുംബത്തെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല. ദേവതാ സങ്കല്പത്തിൽ ശ്രേഷ്ഠമായതാണ് ശിവകുടുംബം. ശിവനും പാർവതിയും ഒപ്പം ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവ ചേരുന്നതാണ് ശിവകുടുംബം. ഏത് ദുർഘടമായ വിഷമഘട്ടങ്ങളെയും മറികടക്കാൻ ശിവകുടുംബത്തെ ആരാധിക്കും.